എന്തിയേ നമ്മുടെ പുന്നാര മോൻ എഴുന്നേറ്റില്ലയോ? 10-11 മണി വരെ അവന്റെ ഉറക്കം. ഇവനെയൊക്കെ എന്തിനു വളർത്തുവാണോ? ഇതുപോലെ വഴയെ വെച്ചാൽ മതി. നിങ്ങളുടെ അമ്മ ഇതെന്നാ പറയുന്നേ? ഇപ്പഴാണോ എണീക്കുന്നത്? നിനക്ക് ഇച്ചിരി നേരത്തെ എണീറ്റൂടെ? ഓ, നിന്റെ അച്ഛന്റെ വായിരിക്കുന്ന എല്ലാം ഞാൻ കേട്ടു. ആ, എന്നാലും നീ ഒരു വാഴയില വെട്ടിക്കൊണ്ടുവാ. എടാ മരവാഴയെ ഒരു വാഴയില വെട്ടിക്കൊണ്ടുവരാന്ന്. അച്ഛനെ കഴുത്തറുത്ത് കൊല്ലാൻ ശ്രമിച്ച മകൻ അറസ്റ്റ്. ഓ, എന്താ ഇതൊക്കെ? അച്ഛാ, അവ എണീറ്റോ? കഥ ശരിയായില്ല. എന്തിനാടാ കത്തി? പിച്ചാത്തിന് എന്തിനാച്ചാ? വെട്ടാനോ? എന്റെ പൊന്നുമോനെ, ഞാൻ വഴക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ നന്നാവാൻ വേണ്ടി അല്ലയോടാ. ഇതുവേടാ തന്തമാരുടെ കഴുത്തറക്കുന്നതാണോ ഇപ്പോഴത്തെ ട്രെൻഡ്? താഴെയിട് മോനെ, നിന്റെ അച്ഛനാ പറയുന്നത്. കത്തി താഴെയിട്. എന്റെ അച്ഛൻ വാഴയില വെട്ടാനാ. വാഴയില വെട്ടാനാ? എന്റെ മരപ്പാഴ പേടിപ്പിക്കാതെ പിച്ചാത്തി കൊണ്ട് കേറിപ്പോടാ. എന്റെ കഴുത്ത് പേടിച്ചു പോയി. ഒരു മധുരവും ഇല്ല. എന്താടി മധുരം ഇടാത്തേ? അവിടെ ഇരിപ്പുണ്ട് മത്സര, ഉറുക്കി അടിക്കും. 100 കഴിഞ്ഞേക്കുവാ. 24 മണിക്കൂറും ഫോണും കുത്തിക്കൊണ്ടിരുന്നോടാ. എന്റെ ഫോൺ ഞാൻ തല്ലി പൊട്ടിക്കുന്നോണ്ട് ഞാൻ പരീക്ഷ വന്ന് അവന്റെ തലയെ കയറി. എന്നിട്ട് പോലും ഇരുന്ന് പഠിക്കുന്നുണ്ടോ നോക്ക്. എന്തിന് നടക്കുവാടാ? നിന്നെ കൊണ്ട് എന്ത് ഉപകാരം ഉണ്ടടാ? അച്ഛൻ എന്നോട് ഒരു സ്നേഹമില്ല. അച്ഛൻ പറഞ്ഞ നമ്മ കേട്ടോ? കേറിപ്പോ. ഇതുകൊണ്ട് അവിടെ ചായ എടുത്ത് വെച്ചേക്കുന്നു. പോയി എടുത്ത് കുടിക്കാൻ നോക്ക്. നിങ്ങക്ക് എന്താ മനുഷ്യ? അവനെ കാണുമ്പോ നിങ്ങക്ക് വഴക്ക് പറയാൻ നേരം ഉള്ളല്ലോ. നിങ്ങക്ക് വേറെ ഒരു പണിയും ഇല്ലയോ? എന്റെ മോൻ ഇന്നലെ ഇവന്റെ സ്കൂളിൽ ചെന്നപ്പോ ആ സാറ് ഇവനെ കുറിച്ച് പറയുന്നത് കേട്ട് എന്റെ തൊലി ഉരിഞ്ഞു പോയി. കുഞ്ഞുങ്ങളോട് ഇങ്ങനെ പെരുമാറരുത്. അവൻ നമ്മുടെ മോനല്ലയോ? അവന്റെ പിഞ്ചു മനസ്സില്ലയോ? നോവത്തില്ലയോ? ഇങ്ങനെ അടിച്ചും വഴക്കും പറഞ്ഞല്ലേ കുഞ്ഞുങ്ങളെ വളർത്തേണ്ടത്. അവനിങ്ങനെ നോവിക്കരുത്. എന്തുവാടാ അത്? എന്താ ഒരു ശബ്ദം? ഗ്ലാസ് പൊട്ടിയതാ അമ്മേ. ഇവിടെ പൊട്ടി. ചായ കുടിച്ച ഗ്ലാസ് പോലും കഴിവെക്കത്തില്ല. 2 എണ്ണം കൊണ്ട് ഇവിടെ. രണ്ടിനെ എന്തോ ചെയ്യണം. ഞാൻ കഴിവെച്ചോളാം. കഴിവില്ലാതെ പറഞ്ഞ ഇനി പരാതി വേണ്ട. കഴിവ് വെച്ചേക്കാം. സിംഗിൾ തുപ്പല്ലെന്ന് നിങ്ങളുടെ എത്ര വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്.